Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. K.C. Venugopal is eligible. എലിജിബിൾ എന്നാൽ അർത്ഥം യോഗ്യനായ, അർഹതയുള്ള, കൊള്ളാവുന്ന ഇതൊക്കെയാണ് അർത്ഥം. K.C. വേണുഗോപാൽ അർഹതയുള്ളവനാണ്, യോഗ്യതയുള്ളവനാണ് ടു ബി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ K.C. വേണുഗോപാൽ അർഹനാണ്, കൊള്ളാവുന്നവനാണ്. ഡോണ്ട് നോ അറിയുകയില്ല. വാട്ട് ഈസ് ഇൻ രാഹുൽസ് മൈൻഡ്? മൈൻഡ് എന്ന് വെച്ചാൽ മനസ്സ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള താരിഖ് അൻവർ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, K.C. വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കാൻ അർഹതയുള്ളവനാണ്, യോഗ്യതയുള്ളവനാണ്. അറിയുകയില്ല, രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് അറിയുകയില്ല. ഇതാണ് അദ്ദേഹം പറയുന്നത്. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. ന്യൂഡൽഹി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ താരിഖ് അൻവർ സഡ് പറഞ്ഞു, K.C. വേണുഗോപാൽ ഈസ് എൻ എക്സ്പീരിയൻസ്ഡ് ലീഡർ. എക്സ്പീരിയൻസ്ഡ് എന്നാൽ അർത്ഥം അനുഭവ സമ്പത്തുള്ള എന്നുള്ള അർത്ഥമാണ്, പ്രവൃത്തി പരിചയമുള്ള. K.C. വേണുഗോപാൽ ഒരു പരിചയസമ്പത്തുള്ള, അനുഭവ സമ്പത്തുള്ള ഒരു ലീഡർ, നേതാവാണ്. ആൻഡ് ഈസ് എലിജിബിൾ ടു ബി ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ അർഹതയുള്ളവനാണ്, യോഗ്യതയുള്ളവനാണ്. ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള താരിഖ് അൻവർ പറഞ്ഞു. അദ്ദേഹം ചേർത്തു പറഞ്ഞു, വേണുഗോപാൽ ഈസ് എൻ ആക്റ്റീവ് ഇൻ കേരള പൊളിറ്റിക്സ്. അദ്ദേഹം ചേർത്തു പറഞ്ഞു, K.C. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാണ്. ദർ വുഡ് ബി നോ ഉണ്ടായേക്കുകയില്ല, ഇഷ്യൂസ് പ്രശ്നങ്ങൾ, ഇഫ് ഹി റിട്ടേൺസ് ടു ദ സ്റ്റേറ്റ്. ഇഫ് ഹി റിട്ടേൺസ് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നാൽ. അദ്ദേഹം ഇതുകൂടെ ചേർത്ത് പറഞ്ഞു, K.C. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം സജീവമാണ്. അദ്ദേഹം സംസ്ഥാനത്തേക്ക് തിരിച്ചു വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടായേക്കുകയില്ല. ഹി വാസ് സ്പീക്കിംഗ്. അദ്ദേഹം സംസാരിക്കുകയായിരുന്നു ടു എ പ്രൈവറ്റ് ന്യൂസ് ചാനൽ. ഒരു പ്രൈവറ്റ് ന്യൂസ് ചാനലിനോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. താരിഖ് അൻവർ ഹാഡ് ഏർലിയർ സേർവ്ഡ്. സേർവ് എന്നാൽ സേവനം ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഏർലിയർ എന്നാൽ മുമ്പ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം സേവനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈവൻ ഇഫ് K.C. വേണുഗോപാൽ റിട്ടേൺസ് ടു കേരള. K.C. വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങി വന്നാലും തിരിച്ചു വന്നാലും ദർ വിൽ ബി നോ പ്രോബ്ലം. പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ദർ ആർ മെനി ലീഡേഴ്സ്. ഒരുപാട് നേതാക്കന്മാർ ഉണ്ട്. ഹൂ ക്യാൻ ടേക്ക് അപ്പ് ദ റോൾ ഓഫ് ജനറൽ സെക്രട്ടറി ഇൻ ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എന്നാൽ സംഘടന. ടേക്കപ്പ് എന്നാൽ ഇവിടെ ഏറ്റെടുക്കുക എന്നുള്ള അർത്ഥം, സ്ഥാനം ഏറ്റെടുക്കുക. K.C. വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങി വന്നാലും പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകില്ല. സംഘടനയിൽ ജനറൽ സെക്രട്ടറിമാരുടെ ചുമതല ഏറ്റെടുക്കാൻ കഴിയുന്ന നിരവധി നേതാക്കന്മാർ ഉണ്ട്. ദർ ആർ 12 ജനറൽ സെക്രട്ടറീസ് ഇൻ ടോട്ടൽ. മൊത്തത്തിൽ 12 ജനറൽ സെക്രട്ടറിമാർ ഉണ്ട്. ബിഫോർ ഗെറ്റിംഗ് ലഭിക്കുന്നതിന് മുമ്പ്. ദി ഓർഗനൈസേഷണൽ റെസ്പോൺസിബിലിറ്റി. ഓർഗനൈസേഷണൽ എന്നാൽ അർത്ഥം സംഘടനാപരമായ എന്നുള്ള അർത്ഥം. റെസ്പോൺസിബിലിറ്റി എന്നാൽ ഉത്തരവാദിത്വം. സംഘടനാ ചുമതല ലഭിക്കുന്നതിന് മുമ്പ് K.C. വാസ് ഓൾസോ വൺ എമംഗ് ദം. വൺ എമംഗ് ദം എന്നാൽ അവരിൽ പെട്ട ഒരാൾ എന്നുള്ള അർത്ഥമാണ്. എമംഗ് എന്നാൽ ഇടയിൽ. സംഘടനാ ചുമതല ലഭിക്കുന്നതിന് മുമ്പ് K.C. വേണുഗോപാലും അവരിൽ ഒരാൾ ആയിരുന്നു. ദ ഡിസിഷൻ തീരുമാനം. ദ ഡിസിഷൻ ഓഫ് രാഹുൽ ഗാന്ധി ഈസ് ക്രൂഷ്യൽ. ക്രൂഷ്യൽ എന്നാൽ അർത്ഥം നിർണായകമായ എന്നുള്ള അർത്ഥമാണ്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നിർണായകമായതാണ്.
വി ഡു നോട്ട് നോ, നമുക്ക് അറിയുകയില്ല. വാട്ട് ഈസ് ഓൺ ഹിസ് മൈൻഡ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് അറിയുകയില്ല. ഇഫ് കെ സി വിഷസ്, കെ സി വേണുഗോപാൽ തയ്യാറാണെങ്കിൽ, അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റ്. അക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക. ഇറ്റ് ഷുഡ് ബി അക്സെപ്റ്റഡ് എന്നാൽ അത് സ്വീകരിക്കണം എന്നുള്ള അർത്ഥമാണ്. കെ സി വേണുഗോപാൽ തയ്യാറാണെങ്കിൽ, അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. താരിഖ് അൻവർ സദ്, അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ മനസ്സിൽ എന്താണ് ഉള്ളത് എന്ന് നമുക്ക് അറിയുകയില്ല. കെ സി വേണുഗോപാൽ തയ്യാറാണെങ്കിൽ അത് അംഗീകരിക്കണം, അദ്ദേഹം പറഞ്ഞു. മീൻവൈൽ, അതേസമയം, ദി യു ഡി എഫ് ഈസ് ഈഗേർലി വെയിറ്റിംഗ് ഫോർ മൺഡേസ് എലക്ഷൻ റിസൾട്ട്സ്. ഈഗേർലി എന്നാൽ അർത്ഥം ആകാംക്ഷയോടെ എന്നുള്ള അർത്ഥമാണ്, താല്പര്യത്തോടെ. തിങ്കളാഴ്ചയിലെ എലക്ഷൻ റിസൾട്ടുകൾക്ക് വേണ്ടിയിട്ട് യു ഡി എഫ് ഗവൺമെൻറ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആഫ്റ്റർ റിസീവിങ്, ലഭിച്ചതിന് ശേഷം. ഫേവറബിൾ പ്രിഡിക്ഷൻസ്, ഫേവറബിൾ എന്നാൽ അനുകൂലമായ എന്നുള്ള അർത്ഥമാണ്. പ്രിഡിക്ഷൻസ് എന്നാൽ പ്രവചനങ്ങൾ എന്നാണ് അർത്ഥം. ഫേവറബിൾ പ്രിഡിക്ഷൻസ് എന്നാൽ അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങൾ. ആ പ്രവചനങ്ങൾ ലഭിച്ചതിന് ശേഷം. ഇൻ 8 എക്സിറ്റ് പോൾസ്, 8 എക്സിറ്റ് പോളുകളിൽ പറഞ്ഞിട്ടുള്ളത് വളരെ അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങളാണ്, യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങളാണ്. അത് ലഭിച്ചതിന് ശേഷം യു ഡി എഫ് ഗവൺമെൻറ് ആകാംക്ഷയോടെ തിങ്കളാഴ്ചയിലെ റിസൾട്ടുകൾക്ക്, ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഇഫ് ദ പ്രിഡിക്ഷൻസ് ടേൺ ഔട്ട് ടു ബി കറക്റ്റ്, ഈ പ്രവചനങ്ങൾ സത്യമായിട്ട് പുലരുകയാണെങ്കിൽ, ദി യു ഡി എഫ് മേ റിട്ടേൺ ടു പവർ, യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നേക്കും. ആഫ്റ്റർ എ ഗ്യാപ്പ് ഓഫ് 10 years. ഗ്യാപ്പ് എന്നാൽ ഇടവേള. ഈ പ്രവചനങ്ങൾ സത്യസന്ധമായിട്ട് പുലരുകയാണെങ്കിൽ യു ഡി എഫ് ഗവൺമെൻറ് 10 വർഷത്തിന് ശേഷം, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചു വന്നേക്കും. എക്സെപ്റ്റ്, കൂടാതെ. എക്സെപ്റ്റ് ഫോർ ഫ്യൂ ഐസൊലേറ്റഡ് ക്ലെയിംസ്, ക്ലെയിംസ് എന്നാൽ അവകാശവാദങ്ങൾ. ഐസൊലേറ്റഡ് എന്നാൽ ഒറ്റപ്പെട്ട, എ ഫ്യൂ എന്നാൽ കുറച്ച്. ക്വസ്റ്റ്യനിങ് ദി എക്സിറ്റ് പോൾസ്, എക്സിറ്റ് പോൾ ഫലങ്ങളെ ചോദ്യം ചെയ്യുന്ന. എക്സിറ്റ് പോളുകളെ ചോദ്യം ചെയ്യുന്ന കുറച്ച് ഒറ്റപ്പെട്ട അവകാശവാദങ്ങൾ ഒഴികെ, ദ എൽ ഡി എഫ് ക്യാമ്പ്, എൽ ഡി എഫ് പക്ഷം, ഹാസ് ലാർജ്ലി റിമെയിൻഡ് സൈലൻറ്റ്, എൽ ഡി എഫ് പക്ഷം പൊതുവെ മൗനം പാലിച്ചിരിക്കുകയാണ്. എക്സിറ്റ് പോളുകളെ ചോദ്യം ചെയ്യുന്ന കുറച്ച് ഒറ്റപ്പെട്ട അവകാശവാദങ്ങൾ ഒഴികെ, അതൊഴിച്ച് എൽ ഡി എഫ് പക്ഷം പൊതുവെ മൗനം പാലിച്ചിരിക്കുകയാണ്. ദ ബി ജെ പി ഹാസ് ഓൾസോ നോട്ട് മെയ്ഡ് എനി മേജർ റെസ്പോൺസ്, ബി ജെ പിയുടെ ഭാഗത്തു നിന്നും വലിയ ഒരു പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. മേജർ റെസ്പോൺസ് എന്നാൽ പ്രധാനപ്പെട്ട പ്രതികരണം, വലിയ പ്രതികരണം. റിമെയിൻഡ് സൈലൻ്റ് എന്നാൽ മൗനം പാലിച്ചു. ഐസൊലേറ്റഡ് ക്ലെയിംസ് എന്നാൽ ഒറ്റപ്പെട്ട അവകാശവാദങ്ങൾ. എക്സെപ്റ്റ് ഫോർ എന്നാൽ ഒഴികെ. ദ ഡിബേറ്റ്, ഡിബേറ്റ് എന്നാൽ തർക്കം, ചർച്ച. ഈ ചർച്ച ഓവർ ദ ചീഫ് മിനിസ്റ്റേഴ്സ് പോസ്റ്റ്, മുഖ്യമന്ത്രിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ തർക്കം, ഈ വാദപ്രതിവാദം, വിച്ച് ഹാഡ് ബീൻ എ കൺസേൺ ഫോർ ദ കോൺഗ്രസ് ലീഡർഷിപ്പ്. കൺസേൺ എന്നാൽ ആശങ്ക എന്നുള്ള അർത്ഥമാണ്. മുഖ്യമന്ത്രിയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചർച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കയുള്ളതായിരുന്നു. അത് ഒരു ആശങ്കയുള്ള ഒരു വിഷയമായിരുന്നു. ഹാസ് നൗ ഷിഫ്റ്റഡ് ഫോക്കസ് ആഫ്റ്റർ ദ സർവേ റിസൾട്ട്സ്. സർവേ റിസൾട്ട്സ് എന്നാൽ സർവേ ഫലങ്ങൾ. ഷിഫ്റ്റഡ് ഫോക്കസ് എന്നാൽ ശ്രദ്ധ മാറി. മുഖ്യമന്ത്രിയുടെ പദവിയെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസ് നേതൃത്വത്തിന് ഒരു ആശങ്കയുള്ള ഒരു വിഷയമായിരുന്നു. ഇപ്പോൾ സർവേ ഫലങ്ങൾ വന്നതിനെ തുടർന്ന് അതിനുശേഷം അതിൻ്റെ ശ്രദ്ധ മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗ് സ്റ്റേറ്റ് പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹം പറഞ്ഞു ദാറ്റ് ദ സപ്പോർട്ട് ഫോർ വി ഡി സതീശൻ ആസ് ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയാക്കാൻ വി ഡി സതീശനെ
വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പിന്തുണ. റിഫ്ലക്ട്സ് പബ്ലിക് സെൻറ്റിമെൻറ്റ്. റിഫ്ലക്റ്റ് എന്നാൽ പ്രതിഫലിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. സെൻറ്റിമെൻ്റ് എന്നാൽ മനോവികാരം, വൈകാരികത, ഇതൊക്കെയാണ് അർത്ഥം. ഒരു വിഷയത്തോടുള്ള സഹജ പ്രവണത. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, മുഖ്യമന്ത്രിയായി വി ഡി സതീശനെ പിന്തുണയ്ക്കുന്നത് പൊതുജനങ്ങളുടെ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നു. അതിനെ തുടർന്ന് ഫോളോവിങ് ഹിസ് സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ തുടർന്ന് യൂത്ത് ലീഗ് സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഫൈസൽ ബാഫക്കി തങ്ങൾ അദ്ദേഹവും എക്സ്പ്രസ്ഡ് സപ്പോർട്ട് ഫോർ സതീശൻ, ഇദ്ദേഹവും പിന്തുണ പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്ന് തങ്ങളുടെ പ്രസ്താവനയെ തുടർന്ന് ഫൈസൽ ബാഫക്കി തങ്ങളും സതീശനോടുള്ള പിന്തുണ പ്രകടിപ്പിച്ചു. കോൺഗ്രസ് ലീഡേഴ്സ് ഹാവ് നോട്ട് ഒഫീഷ്യലി റെസ്പോണ്ടഡ്. കോൺഗ്രസ് നേതാക്കൾ ഔദ്യോഗികമായിട്ട് ഇതുമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല.